ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്നത്തേത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയുള്ള ചേനപ്പൂവിന്റെ റെസിപ്പിയാണ്. ചേനക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെയാണ് അതിന്റെ പൂവും. അത് ഉണ്ടായി 2 ദിവസം കൊണ്ട് തന്നെ പറിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോവും. പണ്ടുള്ള വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് ഇത് എടുത്ത് ഉപ്പേരിയൊക്കെ വെക്കുന്നത് ഉമ്മമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴുള്ളവർക്കൊന്നും അത് പരിചയമല്ല. എന്നാൽ പോലും പക്ഷെ കിട്ടുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾ ഒഴിവാക്കി കളയരുത്. അത്രയും ഗുണങ്ങൾ അതിനുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ചേന കൈ പിടിക്കുമ്പോൾ ചൊറിയുന്ന ആളുകൾ ഗ്ലൗസ് ഇട്ടിട്ട് ചേനപ്പൂ മൊത്തമായിട്ട് ഞാൻ നരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചേനപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഇത് തോരൻ വെക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് തേങ്ങ, കറിവേപ്പില, ചുവന്നുള്ളി, പിന്നെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. മിക്സി ഓൺ ആക്കുക, ഓഫ് ചെയ്യുക, അത്ര പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചേനപ്പൂ ഒന്ന് കട്ടാക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ പറിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചീഞ്ഞു പോവും. അപ്പം അങ്ങനെ കേടായി പോകുന്നതിന് മുമ്പ് തന്നെ പറിച്ച് കണ്ട് തോരൻ വെക്കണം കേട്ടോ. ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടൊന്നും വരാം. ഏറ്റവും അറ്റത്തുള്ള ഈ ഒരു കട്ടിയുള്ള ഭാഗം കളയുന്നുണ്ട് കേട്ടോ. ചേന കൈ പിടിക്കുമ്പോൾ ചൊറിയുന്ന ആളുകൾ ഗ്ലൗസ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ടതിന് ശേഷം നമ്മുടെ ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ നാര് പോലെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാന്. ഇതത്ര വലിയ കട്ടിയൊന്നുമില്ല. ഈ ഫ്ലവറിന്റെ ഫസ്റ്റ് പുറം വശം നമ്മൾ കളയാന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വേണമെങ്കിൽ ഈ മുകൾ വശവും വാടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസമൊക്കെയാണ് പറിച്ചു വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഈ ഒരു വശം മാത്രം, പോർഷൻ മാത്രം എടുക്കാം. ഏറ്റവും അടിവശവും നിങ്ങൾക്ക് ഒഴിവാക്കാം. എല്ലാം ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചോപ്പറിലൊന്ന് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് കട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചേനപ്പൂ മൊത്തമായിട്ട് ഞാൻ നരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ കയ്യിലധികം ആക്കണ്ടെന്ന് വിചാരിച്ചു, അഥവാ ചൊറിഞ്ഞാലോ. സാധാരണ എനിക്ക് ചൊറിയലില്ല, പക്ഷെ എപ്പോഴെങ്കിലും ഒരു ചൊറി പിടിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ, കാരണം അവരെ എടുക്കുമ്പോഴൊക്കെ ബേബിക്കൊക്കെ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാനൊരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മാക്സിമം കനം കുറഞ്ഞ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ താളിച്ചാനൊക്കെ എടുക്കുന്നത് പോലെ. നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചേനപ്പൂ നിങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ കഴുകണം കേട്ടോ. നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയ്യിലൊക്കെ ചൊറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ നാരുകളൊക്കെ ആ വെള്ളത്തിൽ അങ്ങനെ പോവും. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഹോളുകളുള്ള സ്ട്രെയിനറില്ലേ, അതിൽ വെച്ചിട്ട് കഴുകാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. പാന് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. 2 ടീസ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഞാൻ സാധാരണ തോരൻ വെക്കുന്നതൊക്കെ കോക്കനട്ട് ഓയിലാണ് ചെയ്തെടുക്കാറുള്ളത്. ഉള്ളി നല്ലോണം കുക്കായി വരണ്ട കേട്ടോ, ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചേനപ്പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 15 സെക്കൻഡ് സമയമാണ് കേട്ടോ മഞ്ഞളിന്റെ സ്മെല്ലൊന്ന് മാറിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മഞ്ഞൾ മുരിഞ്ഞു വരുന്ന ഈ ഒരു സ്മെല്ലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചേനപ്പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൊറിയുന്ന പേടിയുള്ള ആളുകൾക്ക് ചേനപ്പൂവ് കിട്ടിയിട്ട് അത് ചൊറിയുന്ന പേടിയുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് തൈര് ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ കറി പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ പുളി ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം പുളിവെള്ളം, സാധാരണ കൊടുമ്പുളിയോ അല്ലെങ്കിൽ നോർമൽ വാളംപുളിയോ എന്തുവേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതൊന്ന് കുറച്ച് കുക്കായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ, കാരണം പിന്നെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ. അത് ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫ്ലെയിമൊക്കെ നല്ലതുപോലെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആള് നേരത്തെ എഴുന്നേറ്റ് വരും കേട്ടോ. എൻ്റെ കൂടെ തന്നെ എഴുന്നേക്കാറുണ്ട് ചില സമയത്ത്. അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ അപ്പോൾ മാമീന്ന് വിളിച്ചോണ്ട് വരും കേട്ടോ. ഇതുണ്ടോ, ഫോണൊക്കെ കൈ പിടിച്ചോണ്ടാണ് വന്നിട്ടുള്ളത്. ശൂശുവിൻ്റെ ഉണ്ട്, ബേബീൻ്റെ ഉണ്ട്. എന്തിനാ ശൂശുവിൻ്റെ ഫോൺ എടുത്തത്? എന്തിനാ ബേബി? മുന്നുവിന്റെ ഫോൺ എവിടെ? മുന്നൂർക്കുട്ടന്റെ കയ്യിലുണ്ട് കേട്ടോ. കയ്യിലുണ്ടല്ലോ. എന്താണ്? ആ, അപ്പുറത്തെ റൂമിൽ ഉറങ്ങാണ് മുന്നുകുട്ടനെ. ബെഡിലാണ്. ബേബി എന്താ ഉറങ്ങാത്തെ? ബേബി എന്തിനാ എത്ര നേരത്തെ എണീച്ച് വരുന്നത്? എന്തിനാ? ഇതെന്ത് ഭാഷ തന്നെ? ഇപ്പൊ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കുക്ക് ചെയ്യാൻ വെച്ച സമയത്ത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കറിവേപ്പിലയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും തേങ്ങയും ചുവന്നുള്ളി കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചേനയിലേക്ക് ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ഇനി എന്താണ്, മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ തേങ്ങ എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ജസ്റ്റ് തേങ്ങ ആ ചൂടോടെ അങ്ങനെ തേങ്ങ വെന്തോളൂ കേട്ടോ.
ഞാൻ ഉപ്പ് ഇട്ടിട്ടുള്ളത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ചേനപ്പൂവൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തൊടിയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് മൂത്ത് പോവാതെ ചീഞ്ഞു പോവാതെ പെട്ടെന്ന് തന്നെ കേടായി പോകും കേട്ടോ. അപ്പൊ അത് വിരിയുന്നതിന് മുൻപേ തന്നെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ തോരൻ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.